ഹലോ എവരിവൺ, വെൽക്കം ടു EGS B.Ed ക്ലാസ്സസ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ ചാപ്റ്റർ 1ന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. എന്തൊക്കെയാ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള എന്താണ് എൻവയോൺമെന്റ്, അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നാച്ചുറൽ എൻവയോൺമെന്റ് ഉണ്ട്, മാൻ മെയ്ഡ് എൻവയോൺമെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എൻവയോൺമെന്റൽ അവയർനെസ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് എൻവയോൺമെന്റൽ അവയർനെസ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളതൊക്കെ. നമ്മൾ കോമൺ ആയിട്ട് അത് രണ്ടും സിമിലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അവയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് അറിയുന്നതിനെയാണ് നമ്മൾ അവയർനെസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാൻ എൻവയോൺമെന്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കുന്നത് നല്ലതല്ല, അത് ആ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അറിയുന്നതിനെയാണ് നമ്മൾ അവയർനെസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ അതിനെ കുറിച്ച് അവെയർ ആയി പ്ലസ് ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നടന്നു പോകുന്ന സമയത്ത് നിലത്തൊരു പ്ലാസ്റ്റിക് വീട് കിടക്കുന്നത് കണ്ടു, ഞാൻ അത് എടുത്തിട്ട് എന്ത് ചെയ്തു, വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടുപോയിട്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഒരു ആക്ഷനും കൂടെ നടന്നു അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷനും കൂടെ നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്തു, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ അതിനെ എഡ്യൂക്കേഷൻ എന്ന് പറയാം. അവയർനെസിന്റെ കേസിൽ നമ്മൾ അതിനെ കുറിച്ച് അവെയർ ആയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഫെർദർ ആയിട്ട് ഡെവലപ്മെന്റുകളൊന്നും നടക്കുന്നില്ല. എഡ്യൂക്കേഷൻ ആകുമ്പോൾ എന്താണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യാനും കൂടി ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പാർട്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിന്റെ ഒരു പാർട്ടാക്കാനും കൂടെ നമ്മൾ ശ്രമിക്കും. ഓക്കെ, അപ്പൊ അവയർനെസ്സും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറൻസ് പ്ലേസസിൽ ഇങ്ങനെ കാണുമ്പോൾ രണ്ടും സെയിം ആണെന്ന് വിചാരിക്കേണ്ട. മീനിങ് കൺവേ ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും എഡ്യൂക്കേഷന്റെ കേസിൽ വരുമ്പോൾ ആക്ഷനും കൂടെ വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എൻവയോൺമെന്റൽ അവയർനെസ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയാം. എൻവയോൺമെന്റിന്റെ ഡിഫറെന്റ് ആസ്പെക്റ്റുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്പോണന്റുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറയാ അല്ലെ. അല്ലെങ്കിൽ നോയിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ അവയർനെസ് നമ്മൾ കരിക്കുലം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലൂടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. സോഴ്സ് ഓഫ് അവയർനെസ് ഏതൊക്കെയാ വരുന്നത്, ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെയാണ് അല്ലെ. ഫിസിക്കൽ സയൻസ്, ബയോളജിക്കൽ സയൻസ്, ജോഗ്രഫി, അഗ്രികൾച്ചർ, അങ്ങനെയുള്ള ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെയാണ് നമുക്ക് എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് കരിക്കുലത്തിൽ നമ്മുടെ സ്കൂളിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ അറിയുന്നത് അല്ലെ. ഇത് കൂടാതെ നമുക്ക് അവയർനെസ് കിട്ടുന്നുണ്ട് എവിടുന്ന, ഇൻഫോർമൽ സെറ്റിംഗ്സുകളിൽ നിന്ന് നമുക്ക് അവയർനെസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിൽ നിന്ന്, നമ്മളെ കസിൻസ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിനെ കുറിച്ച് അവെയർ ആകുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മളെ ഡെയിലി ലൈഫിലുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെറ്റിംഗ്സുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയാം അല്ലെ. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് അറിയാൻ മാത്രമാണ് അല്ലെ. പിന്നീട് ഫർദർ ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു പേഴ്സണിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആൾക്ക് കുറച്ച് ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻവയോൺമെന്റുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു ഇനി ആർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലെ. അതായത് ഒരാൾക്ക് ഒരു അവയർനെസ് കിട്ടി, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ്സുകളിലൂടെയൊക്കെ ആൾ മനസ്സിലാക്കി എടുത്തു എങ്കിൽ കൂടെ അതുകൊണ്ട് മാത്രം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ എന്താ ആ ഒരു ഉദ്ദേശിച്ച ലെവലിലോട്ട് എത്തിച്ചേരണം നിർബന്ധമില്ല അല്ലെ. അതായത് എൻവയോൺമെന്റൽ അവയർനെസ് മാത്രം ഇനഫ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതുകൂടാതെ നമുക്ക് എന്തുകൂടെ വേണം, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള സ്കിൽസുകൾ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യലും അത്യാവശ്യമുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ അവയർനെസ് തനിച്ച് എന്തെങ്കിലും ഒരു കാര്യം നടത്താം എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എന്തില്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ആൾക്കൊരു ബേസിക് ആയിട്ടുള്ള സംഭവമാണെന്ന് പറയാം. അവയർനെസ് ആണ് എഡ്യൂക്കേഷന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയാം അല്ലെ. അല്ലാതെ എൻവയോൺമെന്റൽ അവയർനെസ് കൊണ്ട് പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും നടക്കാറില്ല. ബട്ട് അവയർനെസ് ഇല്ലാതെ
ഫർദർ സ്റ്റെപ്പുകളൊന്നും പോസിബിളും അല്ല. ആ ഒരു ലെവലിലാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ അവയർനെസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് അറിയണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ ബേസിൽ അറിയണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ എൻവയോൺമെന്റൽ അവയർനെസിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. Environmental awareness is the process of helping individual and social groups to gain experience in their environment, to understand environmental issue, to develop concern for environmental problem. Simple ആയിട്ട് പറയുകയാണെങ്കിൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയാനും അതിന്റെ ഡിഫറെന്റ് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാനും എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൺസേൺ ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ് എൻവയോൺമെന്റൽ എൻവയോൺമെന്റൽ അവയർനെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, എൻവയോൺമെന്റൽ അവയർനെസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് പ്ലസ് ഫർദർ ആയിട്ട് നമ്മൾ ആക്ഷനും കൂടെ നടക്കണം അല്ലെ. അപ്പോ എൻവയോൺമെന്റൽ സൊല്യൂഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം ഉണ്ടായാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിൽ എൻവയോൺമെന്റൽ അവയർനെസ്സിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവയർനെസ് ആണ് അതിന്റെ ബേസിക് സംഭവമായിട്ട് നിൽക്കുന്നത് അല്ലെ. കാരണം അതൊരു പ്രശ്നമാണ്, അത് പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് ആളുകൾക്ക് തോന്നണമെങ്കിൽ അത് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് അവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അവയർനെസ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ലെവലായിട്ടാണ് വരാറുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല് എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയാ എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിൽ കുറച്ചധികം കുട്ടികളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഞാൻ അവർക്ക് എൻവയോൺമെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് എൻവയോൺമെന്റൽ അവയർനെസ് കിട്ടി. ഓക്കെ, അപ്പൊ ഒരുപാട് കുട്ടികൾ ആ ക്ലാസ്സിൽ ആ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് അല്ലെ. എല്ലാവരും അത് എടുത്തിരിക്കുന്ന രീതി ഒരേപോലെ ആയിരിക്കില്ല. ഓക്കെ, ഞാനും എൻവയോൺമെന്റൽ അവയർനെസിനെ കുറിച്ച് കേട്ടു, എന്റെ ഫ്രണ്ടും എൻവയോൺമെന്റൽ അവയർനെസിനെ കുറിച്ച് കേട്ടു, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. ഓക്കെ, ഞാൻ ചിലപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഒരു പ്ലാസ്റ്റിക് ഒക്കെ അധികമായിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും അതൊരു കാരണമാകുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ, എന്റെ ഫ്രണ്ടും അത് കേട്ടു. ഓക്കെ, അത് വലിയ മൈൻഡ് ഒന്നും ആക്കിയില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എന്റെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവരെങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്തത് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടും അതുപോലെ നേരിട്ട് കണ്ടു അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുകയാണ്, ഓക്കെ, ആ ഒരു അസുഖം ഉണ്ടാവാന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ കത്തിക്കുമ്പോഴും അതും ഒരു കാരണമായിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യില്ല, പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കില്ല. നമ്മളെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടല്ലോ, ഞാൻ അതൊക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഞാനത് കത്തിക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഫോം ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഫോം ചെയ്തു. അതേ മൈൻഡ് സെറ്റ് എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഫോം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. ചിലപ്പോൾ ആ ക്ലാസ് കേട്ടിട്ട് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ അത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയർനെസ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അതിനോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട്, അല്ലെങ്കിൽ മെന്റലി നമ്മൾ അതിനോട് പോസിറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്, അല്ലെങ്കിൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഒരു ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം അല്ലെ. അപ്പോ എപ്പോഴും എന്താണ് വേണ്ടത്, എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡിന് നിങ്ങളോട് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു മീനിങ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തേണ്ടേ, ലേൺ ടെൻഡൻസി ഓർ മൈൻഡ് സെറ്റ് ടുവേർഡ്സ് ദ എൻവയോൺമെന്റ്. ഓക്കെ, എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, എങ്ങനെ ഒരു പേഴ്സൺ എങ്ങനെയാണ് എൻവയോൺമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിലുള്ള നാച്ചുറൽ റിസോഴ്സസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചൊക്കെ ഒരു പേഴ്സൺ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ആളുടെ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെ. അത് അയാളുടെ മാത്രം എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് ആണ്. അതായത് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്നിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അവയർനെസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്നിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് രീതിക്കായിരിക്കും എൻവയോൺമെന്റിനെ ട്രീറ്റ് ചെയ്യുക അല്ലെ. ഒന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ എൻവയോൺമെന്റിലുള്ള എല്ലാ സംഭവങ്ങളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. ഞാനത് യൂസ് ഒന്നും ചെയ്യാതെ ഞാനത് പ്രൊട്ടക്ട് ചെയ്ത് പോകും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല, ഓവറായിട്ട് യൂസ് ചെയ്യില്ല, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഞാൻ എപ്പോഴും എന്തായിരിക്കും ഒരു മിതമായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ബട്ട് ഫ്യൂച്ചർ ജനറേഷനും കൂടി അത് ആവശ്യമുണ്ട് എന്നുള്ളത് മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും
ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് ഒരു എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ മെയിൻലി 2 ടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ 2 വേസിലാണ് റെസ്പോണ്ട് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ആള് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ടാണ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കുന്നത്? എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ടോപ്പിക്കിനോടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിനോടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അല്ലെ. ആ മൈൻഡ് സെറ്റ് ആണ് പിന്നീട് എന്താവുന്നത്, ബിഹേവിയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് എനിക്ക് ഒരു ക്ലാസ്സിലൂടെ എൻവയോൺമെന്റൽ അവയർനെസ് കിട്ടി ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എന്ത്, ഇനി ഞാൻ പ്ലാസ്റ്റിക്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ തന്നെയാണെങ്കിൽ ഇനി ഞാൻ പ്ലാസ്റ്റിക് കത്തിക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ അത് കത്തിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നെ ഫോം ചെയ്തു. അതാണ് പിന്നീട് എന്റെ ബിഹേവിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യാതെ ഞാൻ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ എന്ത് ചെയ്യും, ഞാനത് കത്തിക്കാതെ ഞാനത് കളക്ട് ചെയ്തിട്ട് ഏത് അതോറിറ്റിക്കാണോ നമ്മൾ അത് കളക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത് ആൾക്ക് പാസ് ചെയ്യൂലേ, ഞാൻ അത് എന്ത് ചെയ്യുന്നില്ല, കത്തിക്കുന്നില്ല. അപ്പൊ അതിന് എന്ത് സംഭവിച്ചു, ഞാൻ ഓൾറെഡി കത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ബട്ട് എനിക്കത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തിയില്ലേ. അപ്പൊ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്തിനോട് നയിക്കുന്നുണ്ട്, നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. Okay, it can lead to action that either protect the environment or harm it. അത് ഞാൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻവയോൺമെന്റ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞില്ല, അതിന്റെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ബട്ട് ആറ്റിറ്റ്യൂഡ് ഡസ് നോട്ട് ആൾവേസ് റിസൾട്ട് ഇൻ ബിഹേവിയർ. അതായത് ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്തു എന്നുണ്ടെങ്കിൽ കൂടെ അത് എപ്പോഴും ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കിക്കോണം എന്നില്ല. ചിലപ്പോൾ ഞാൻ ആ ഒരു ക്ലാസ് കേട്ട സമയത്ത് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വീണ്ടും കത്തിക്കും. ഓക്കെ, ആറ്റിറ്റ്യൂഡ് മാത്രം ബിഹേവിയറൽ ചേഞ്ചസിന്, അതായത് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരിലും അത് ബിഹേവിയറൽ ചേഞ്ചസിലോട്ട് നയിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, മെയിൻ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ പ്രിസർവ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആള് യൂട്ടിലൈസ് ചെയ്യും, വൈസ് ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യും. ഈ 2 മെയിൻ വേസ് ആണ് അവര് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആ ലെവലിലാണ് ചെയ്യുക. ഓക്കെ, ഇനി ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, സോറി ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ആറ്റിറ്റ്യൂഡ് എപ്പോഴും കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് കൊണൈറ്റീവ് എലമെന്റ് ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അതായത് ഞാനൊരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞു, ആ കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് അല്ലെ, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ആ കാര്യത്തിലൂടെ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ വരുന്നുണ്ട് അല്ലെ, അതായത് അഫക്റ്റീവ് പാർട്ടും അവിടെ വരുന്നുണ്ട്. പിന്നീട് ഞാനത് എന്ത് ചെയ്യാണ്, ആക്ഷനിലൂടെ പ്രാവർത്തികമാക്കുകയാണ് അല്ലെ, അതായത് മോട്ടോർ എബിലിറ്റി, കൊണൈറ്റീവ് എലമെന്റും അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് വരുമ്പോൾ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, കൊണൈറ്റീവ് എലമെന്റ് ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞു അല്ലെ, എല്ലാ ആളുകളിലും ഒരേ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നില്ല. ആറ്റിറ്റ്യൂഡ് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഡിഫറെന്റ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഒരാൾ ജീവിക്കുന്ന സൊസൈറ്റി, ആളുടെ എക്കണോമിക് സ്റ്റാറ്റസിലേക്ക് അനുസരിച്ചിട്ട് ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരാം അല്ലെ. അതുപോലെ ഡിഫറെന്റ് നാഷണലിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അർബൻ റൂറൽ റെസിഡൻസ്, അതായത് അവർ ജീവിക്കുന്ന പ്ലേസിനെയും എന്ത് ചെയ്യാം, ഈ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാം, ആറ്റിറ്റ്യൂഡിൽ ഷേപ്പ് ചെയ്യുന്നതിന് കാരണമാകാം. അതുപോലെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്സ്, വാല്യൂസ്, പേഴ്സണാലിറ്റി, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റൽ നോളജ്, ഇതൊക്കെ ആറ്റിറ്റ്യൂഡിൽ ഷേപ്പ് ചെയ്യുന്നതിൽ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അതായത് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല മേ ബി എന്ത്, ഇതിനെ കുറിച്ച് പ്രോപ്പർ അവയർനെസ് കിട്ടാത്ത ആളുകളിൽ നിന്നും വരുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ആറ്റിറ്റ്യൂഡിനെ ഡിഫൈൻ ചെയ്യുന്നതിന് കാരണമാകാം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നതാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എയിം ടു ഇംപ്രൂവ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്. എൻവയോൺമെന്റിനെ കുറിച്ച് അറിഞ്ഞ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡും അതുപോലെ ബിഹേവിയറൽ ചേഞ്ചസിന്റെയും റിലേഷൻസ് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 തിയറീസിലൂടെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1 വേർഡിലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് വരുന്ന തിയറീസ് ആണ് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ ആൻഡ് വാല്യൂ ബിലീഫ് നോം തിയറി കേട്ടോ. ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് തിയറി എന്നോ അല്ലെങ്കിൽ തിയറിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് തിയറിന്റെ പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു പോർഷൻ ആണ്. എന്താണ് എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് നോക്കാം.
എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ചെയ്യുക. അതായത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കി ആ പ്രോബ്ലത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു തീരുമാനം, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട പ്രോപ്പർ ആയിട്ടുള്ള വേ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയാം. അപ്പൊ എക്കോളജിക്കൽ ഇന്റലിജൻസും എക്കോളജിക്കൽ അവയർനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ പറയാ? എക്കോളജിക്കൽ അവയർനെസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയാന്നുള്ളത് മാത്രമാണ് അല്ലെ. ആ കാര്യം അറിഞ്ഞതോടുകൂടെ തന്നെ നമ്മൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ഷനും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്കോളജിക്കൽ ഇന്റലിജൻസ് മീൻസ് ഗ്രാസ്പിംഗ് ഹൗ അവർ ആക്ഷൻ അഫക്ട് എക്കോസിസ്റ്റം. അതായത് നമ്മുടെ എക്കോസിസ്റ്റത്തിന് എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ്, അത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയാം. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ ഇമ്പാക്ട് ഓൺ എക്കോസിസ്റ്റം ആൻഡ് ആക്ട് ഇൻ വേസ് ദാറ്റ് ഇംപ്രൂവ് ദം. എക്കോളജിക്കൽ ഇന്റലിജൻസ് ഡിനോട്ട് വൺസ് നോളജ്, അണ്ടർസ്റ്റാൻഡിംഗ്, ആറ്റിറ്റ്യൂഡ് ഡെവലപ്ഡ് ടുവേർഡ്സ് എൻവയോൺമെന്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ബാലൻസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഡൗട്ട് ഇല്ല എന്നാണ് കേട്ടോ അർത്ഥം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ് മിസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ആണ് കേട്ടോ. എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it refers to how easily an environment can be affected or damaged by changes or disruption. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രപ്ഷൻ കാരണം എങ്ങനെയാണ് അത് എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ്, അത് എത്രത്തോളം പെട്ടെന്ന് എൻവയോൺമെന്റിന് ചേഞ്ചസ് വരുത്തുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ചില ഏരിയാസ് ഭയങ്കര ഫ്രജൈലായിരിക്കും. നമ്മൾ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, അതായത് പൊല്യൂഷൻ, കൺസ്ട്രക്ഷൻ പോലെയുള്ള എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ തന്നെ ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ ജീവിക്കുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ അത് വലിയ രീതിയിൽ എന്ത് ചെയ്യും, ബാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കുകളൊന്നും ആവണമെന്നില്ല, നമ്മൾ എന്ത് ചെയ്യാം, കേട്ടിട്ടില്ലേ, പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ്, അതായത് ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഓൾറെഡി ഇല്ലാത്ത പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് നമ്മൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, അതെന്ത് ചെയ്യും, ചിലപ്പോ ഈ ഒരു പ്ലാന്റ് ഓവറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ, എന്നിട്ട് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു എക്കോസിസ്റ്റത്തിന് മേ ബി എന്ത് ചെയ്യാം, അത് നശിപ്പിക്കാൻ കാരണമാകാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചില വീടുകളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മള് വീടുകളിലൊക്കെ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഈ അലങ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പല പ്ലാന്റുകളും പിന്നീട് നമ്മുടെ എക്കോസിസ്റ്റത്തിന് വളരെ എഫക്ട് ചെയ്യുന്ന ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ആലപ്പുഴ പോലെയുള്ള പ്ലേസുകളിലൊക്കെ കായലിലൊക്കെ ഓവറായിട്ട് വീടുകളൊക്കെ വളർന്നു നിൽക്കുന്നൊക്കെ കാണാറില്ലേ. അതൊക്കെ എന്താ, ഓൾറെഡി അവിടെയുള്ള ഒരു പ്ലാന്റ് ആയിരുന്നില്ല, അത് ഇൻവെൻഷൻ നടന്നതാണ്. അതായത് ആ ഒരു പ്ലാന്റ് എങ്ങനെയോ ആ ഒരു എക്കോസിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് അത് ഓവറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ആ ഒരു പ്ലേസിൽ ഓൾറെഡി ജീവിച്ചിരുന്ന ചെറിയ ചെറിയ അനിമൽസിന്, അതുപോലെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസത്തിനൊന്നും ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടാണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യും, നശിക്കും. അതിനെ ബേസ് ചെയ്ത് ഫുഡ് ചെയിൻ പോലെ നിലനിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പീഷീസ് ഉണ്ടായിരിക്കും. ആ സ്പീഷീസിനൊക്കെ എന്ത് ചെയ്യും, ഇത് ബാധിക്കൂലെ. അങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ചേഞ്ചസ് അല്ലെങ്കിൽ ഡിസ്ട്രപ്ഷൻ ഒക്കെ കൊണ്ട് എത്രത്തോളം എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഡിഫറെന്റ് ഏരിയാസിൽ ഡിഫറെന്റ് ടൈപ്പിലായിരിക്കും വരിക അല്ലെ. ചില ഏരിയാസിൽ ചെറിയ ചേഞ്ചസ് തന്നെ എന്ത് ചെയ്യും, ആ ഒരു എക്കോളജിയെ കംപ്ലീറ്റ് ബാധിക്കുന്ന ഫോർമാറ്റിലാവും. ഓക്കെ, ചില പ്ലേസുകളിൽ എന്തുണ്ടായിരിക്കില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് ടു പ്ലേസ് ഡിഫർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ എബിലിറ്റി ടു പെർസീവ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ എൻവയോൺമെന്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി നമ്മൾ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്ന് ആ ഒരു പ്ലേസിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പ്ലേസിനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ്, ആ ഒരു പ്ലേസിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാം. ഓക്കെ, അതല്ല ഞാൻ ആ ഒരു പ്ലേസിൽ ജീവിക്കുന്ന
ജീവികളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ എബിലിറ്റി ടു പെർസീവ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ എൻവയോൺമെന്റ്. അതായത് അതിൽ ജീവിക്കുന്ന ജീവികൾക്ക് ആ ഒരു ചേഞ്ചിനെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു പ്ലേസിൽ ജീവിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം, അവിടെ എന്തോ ഒരു ചേഞ്ചസ് വന്നു, ടെമ്പറേച്ചർ കൂടെ കുറയുക, എന്തോ ഒരു ചേഞ്ചസ് വന്നു എന്ന് വിചാരിക്കാം. ആ ചേഞ്ച് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന്റെ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. എന്തിനാ അവരിത് ഇങ്ങനെ മനസ്സിലാക്കുന്നത്, എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ചില അനിമൽസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചില സ്പീഷീസ് എന്ത് ചെയ്യും, ഈ വരുന്ന ചേഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അവർക്ക് പെട്ടെന്ന് ഈ ചേഞ്ചസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ ആ ഒരു ഇപ്പൊ പുതിയതായി വന്നിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ സ്യൂട്ടബിൾ ആക്കിയിട്ട് അവരെന്ത് ചെയ്യും, അവിടെ അഡാപ്റ്റ് ആയി മാറും. ഓക്കെ, അപ്പൊ ഓരോ സ്പീഷീസിനെ നമ്മൾ നോക്കുകയാണെങ്കിലും അവരുടെ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി, അതായത് എത്രത്തോളം ഈ ഒരു ചേഞ്ചസിനെ മനസ്സിലാക്കാനുള്ള ഈ ഒരു കഴിവ് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ട്രേറ്റ് ഇൻ മെനി ഓർഗാനിസം enabling them to adapt to different environmental condition. അത് ഓരോ ഓർഗാനിസത്തിലും എന്താണ് ഉള്ള ഒരു ഫണ്ടമെന്റൽ ട്രേറ്റ് ആണ് അല്ലെ. അത് അവരെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഡിഫറെന്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി, അത് ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ സ്പീഷീസ് ടു സ്പീഷീസ് എന്ത് ചെയ്യാം, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഡിഫർ ചെയ്യാം അല്ലെ. ഓക്കെ, ഇനി എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റിയെ ഒന്നുകൂടെ നമ്മൾ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, രണ്ട് രീതിക്ക് പറയാം. ഫസ്റ്റ് വൺ, ഹൗ വെൽ എ പേഴ്സൺ ഓർ അനിമൽ ക്യാൻ നോട്ടീസ് ചേഞ്ചസ് ഇൻ ദിയർ സറൗണ്ടിങ്. നമ്മൾ ആ ഒരു പ്ലേസിൽ ജീവിക്കുന്ന ഒരു ജീവികളെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിന് എത്രത്തോളം ആ സറൗണ്ടിങ്സിൽ നടക്കുന്ന ചേഞ്ചസിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെയാണ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദിസ് വിൽ ഹെൽപ്പ് ദം ടു ലീവ് ആൻഡ് അഡ്ജസ്റ്റ് ടു ഡിഫറെന്റ് എൻവയോൺമെന്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അത് അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു പെർസീവ് ഇൻഫർമേഷൻ അബൌട്ട് എൻവയോൺമെന്റ്, ടു പ്രോസസ് ദാറ്റ് ഇൻഫർമേഷൻ, ടു റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ചിങ് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലെ. അപ്പൊ പ്രോപ്പറായിട്ട് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ള സ്പീഷീസിന് എന്ത് ചെയ്യാൻ പറ്റും, എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വേറൊരു ലെവലിൽ പറയുകയാണെങ്കിൽ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് മീൻസ് ഹൗ ഈസിലി നേച്ചർ ക്യാൻ ബി ഹേർട്ട് ഓർ ചേഞ്ച്ഡ്. പ്ലേസിന്റെ ബേസിസിൽ പറയുമ്പോൾ ആ ഒരു പ്ലേസ് എത്രത്തോളം ഒരു ചെറിയ ചേഞ്ചിന് തന്നെ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചേഞ്ചിനെ അതിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. അത് ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, ചില പ്ലേസുകളിൽ എന്താണ് ചെറിയ ചേഞ്ചസ് തന്നെ വലിയ ഇമ്പാക്ട് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫിഷ്, ബേർഡ്, മൈസ്, മങ്കി ഒക്കെ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി കാണിക്കുന്ന സ്പീഷീസിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പംകിൻ സീഡ് ഫിഷ്, സീബ്ര ഫ്രിഞ്ചസ്, മൈസ്, പ്രൈമേറ്റ് പോലെയുള്ളത് കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൈസിന്റെ കേസ് നോക്കിയാലേ അവര് എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള അനിമൽസ് ഒരു സ്പീഷീസ് ആണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫുഡിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫുഡ് അവൈലബിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയാം, അവരുടെ റീപ്രൊഡക്ഷൻ വളരെ അധികം കൂടുതലായിരിക്കും. ഇനി ഫുഡിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ റീപ്രൊഡക്ഷൻ കുറക്കും. ഓക്കെ, അപ്പൊ എന്താ, അവർ ഫുഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അവര് ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം കൂടുതൽ ഓൾറെഡി ഫുഡ് ഇല്ലാത്ത ഒരു സമയത്ത് കൂടുതൽ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് മൈസിന് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഓരോ സ്പീഷീസിലും ഓരോ പോലെയാണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെയാണ് കേട്ടോ പംകിൻ സീഡ് ഫിഷ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു രീതിക്ക് പറഞ്ഞില്ലേ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയർനെസ് പ്ലസ് ആക്ഷനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇന്റർ ഡിസിപ്ലിനറി പ്രോസസ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ് ആണ്. എന്ത് പ്രോസസ്? ഇന്റർ ഡിസിപ്ലിനറി പ്രോസസ്. ഇന്റർ ഡിസിപ്ലിനറി മീൻസ് എന്താ? നമ്മൾ ഒരു സബ്ജക്റ്റിലൂടെ മാത്രമല്ലാണ്ട് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റിലൂടെ പഠിക്കുന്ന ഒരു പ്രോസസ് ആണ്. ദാറ്റ് എയിം അറ്റ് എക്യുപ്പൈങ് പീപ്പിൾ വിത്ത് നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ that they need to help resolve environmental issues. എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്കിൽസുകളും നോളജും ആറ്റിറ്റ്യൂഡും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റിനെ കുറിച്ച് അറിയാൻ പറ്റും, നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും. അതുപോലെ സ്കിൽസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസുകളും ആറ്റിറ്റ്യൂഡുകളും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലൂടെ ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ബിഹേവിയറിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നതിനെക്കാട്ടിലും ബിഹേവിയറൽ ചേഞ്ചസ് എന്നുള്ളതാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ എയിം ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ ഡെഫിനിഷൻ ബേസിസിൽ നോക്കുകയാണെങ്കിൽ യുനെസ്കോ പറഞ്ഞിട്ടുള്ള 2 ഡെഫിനിഷനാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെക്കഗ്നൈസിംഗ് വാല്യൂസ് ആൻഡ് ക്ലാരിഫൈങ് കോൺസെപ്റ്റ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് necessary to understand and appreciate the interrelatedness among man, his culture, and his biophysical surroundings. It also enables practice in decision making and self-formulation of codes of behavior about problems and issues concerning environmental quality. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസുകളും അതുപോലെ നോളജ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കാം കേട്ടോ. Environmental education is a way of implementing the goals of environmental protection. It is not a separate branch of science or field of study. It should be carried out according to the principles of lifelong integral education. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഗോൾസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേ ആണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അത് നമ്മൾ ഒരു സബ്ജക്റ്റിലൂടെ മാത്രമല്ല പഠിക്കുന്നത്, ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലോങ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ ഞാൻ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിച്ചു, ഇനി 6th സ്റ്റാൻഡേർഡിനോ 8th സ്റ്റാൻഡേർഡിനോ ഒന്നും അതിനെ കുറിച്ച് പഠിക്കേണ്ട, അങ്ങനെയല്ല അല്ലെ. നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ ഏതൊരു ഏജ് ഗ്രൂപ്പ് എടുത്തു നോക്കിയാലും ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വേസിലൂടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നോയിങ് പ്ലസ് ആക്ഷനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് എഴുതേണ്ടത് ലൈഫ് ലോങ് ആണ്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. അത് മസ്റ്റ് ആയിട്ടും എഴുതിയിരിക്കുക കേട്ടോ. അതായത് നമുക്ക് ലൈഫ് ലോങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വരുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈ ഒരു പീരീഡ് മാത്രം പഠിക്കാം, അങ്ങനല്ല അല്ലെ. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു പീരീഡ് ഇല്ലാതെ എല്ലാ സബ്ജക്റ്റുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്റർ കണക്ട് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ടു ഗെയിൻ നോളജ്, അണ്ടർസ്റ്റാൻഡിംഗ്, സ്കിൽസ് ആൻഡ് അവയർനെസ്. ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ ബ്രിങ്ങിങ് positive changes in how people relate to natural environment and man-made surroundings. ഈ ഒരു ഇനിയുള്ള പോർഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ, പൊല്യൂഷൻ, റിസോഴ്സ് മാനേജ്മെന്റ്, ടെക്നോളജി, ട്രാൻസ്പോർട്ടേഷൻ, അർബൻ ആൻഡ് റൂറൽ പ്ലാനിങ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ലെവലുകളിലും എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ സ്കോപ്പ് വരുന്നുണ്ട്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് തിയറി ബേസിസിൽ മാത്രമല്ലാതെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫീൽഡ് വിസിറ്റ് ഒക്കെ നടത്താറുണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടാറുണ്ട്. കൂടാതെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഹാൻഡ് ഓൺ ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ലേണിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സ് ആണ്. ഇനി എൻവയോൺമെന്റിനെ കുറിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കോഗ്നിറ്റീവ് ലെവലിലൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അതിനോട് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, നമ്മൾ അതിന്റെ ആക്ഷൻ നടക്കൂലെ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ് നടക്കുന്ന പ്രോസസ് ആണ്. അതുപോലെ തന്നെ അതിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളൊരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈസ് എക്സ്പെരിമെന്റ്, ഇന്റർഡിസിപ്ലിനറി, കണ്ടിന്യൂസ്, പ്രാക്ടിക്കൽ, വാല്യൂ ബേസ്ഡ്, critical thinking oriented, and help to build a sustainable future through informed choices and responsible action. നെക്സ്റ്റ് വരുന്നത് ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. ഫോക്കൽ ആസ്പെക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ ഏരിയ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീമുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലുകൾ, വശങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഫോക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മെയിൻലി അത് 6 ലെവലുകളിലായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ 4 തീമുകൾ അല്ലെങ്കിൽ 4 കമ്പോണന്റുകൾ നമ്മൾ 6 ലെവലുകളിലായിട്ടാണ് പഠിക്കാറുള്ളത്. ഫസ്റ്റ് വൺ നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. സെക്കൻഡ് വൺ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. തേർഡ് വൺ ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. Fourth one, environmental conservation policies and programs. Fifth one, environmental management and protection. Sixth one, incorporation of environmental education in school curriculum. First one നോക്കാം അല്ലെ, നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. എന്താ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് നാച്ചുറൽ റിസോഴ്സസ് റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്. റിന്യൂവബിൾ റിസോഴ്സസിനെ നമ്മൾ ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സസ് എന്നും പറയാറുണ്ട്. എന്താ റിന്യൂവബിൾ റിസോഴ്സ് ആർക്കെങ്കിലും അറിയോ? ഹലോ, നിങ്ങൾ അവിടെ ഇല്ലേ? നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് തീർന്നു പോവാത്തത് അല്ലേ, ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സസ് ആണ്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കറക്റ്റ് ആണ് കേട്ടോ. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും അറിയോ റിന്യൂവബിൾ റിസോഴ്സസിന്റെ എന്തെങ്കിലും എക്സാമ്പിൾ? നമ്മൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത റിസോഴ്സസ് ഏതൊക്കെയാണ്? നേച്ചുറലി കാണപ്പെടുന്ന റിസോഴ്സ് സൺലൈറ്റ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. സൺലൈറ്റ് ഇപ്പൊ ഇന്ന് ഞാൻ സൺലൈറ്റ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നാളെ സൺലൈറ്റ് എനിക്ക് കിട്ടാതാവോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ വിൻഡ് എനർജി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിന്യൂവബിൾ റിസോഴ്സിൽ പറയാവുന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ എത്ര ഉപയോഗിച്ചെന്ന് വിചാരിച്ചു അതെന്ത് ചെയ്യില്ല, തീർന്നു പോവില്ല. ഓക്കെ, ഇനി നാച്ചുറൽ റിസോഴ്സ് തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് റിന്യൂവബിൾ അല്ല. ഓക്കെ, അതായത് അത് തീർന്നു പോകും. നമ്മൾ എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് തീർന്നു പോകും. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ പെട്രോളിയം, കോള്, മിനറൽസ് ഒക്കെ നോൺ റിന്യൂവബിൾ റിസോഴ്സിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അത് എത്രയോ 1000 years എടുത്തിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. അത് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം ചെയ്യും, പക്ഷെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10,000 years ഒക്കെ കഴിയണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമ്മൾ യൂസ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫ്യൂച്ചർ ജനറേഷൻ അത് ഉപയോഗിക്കാനായിട്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ഒരു ഫസ്റ്റ് കമ്പോണന്റിൽ വരുന്ന നെക്സ്റ്റ് വൺ അല്ലെ. നമുക്ക് നോക്കാം. നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചിട്ട് പറഞ്ഞു, പ്രോബ്ലം സൊല്യൂഷൻ, അതാണ് ഫസ്റ്റ് കമ്പോണന്റിൽ വരുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് നാച്ചുറൽ റിസോഴ്സുകൾ ഏതൊക്കെയുണ്ടെന്ന് അറിയണം അല്ലെ. ലാൻഡ് റിസോഴ്സ് ഉണ്ട്. ലാൻഡ് റിസോഴ്സ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് ലാൻഡ് സ്ലൈഡ്. നമ്മുടെ വയനാടൊക്കെ നടന്നിട്ടുള്ളത് ലാൻഡ് സ്ലൈഡ് ആണ് അല്ലെ.
അതുകൂടാതെ സോയിൽ ഇറോഷൻ, ലോസ് ഓഫ് ഫെർട്ടിലിറ്റി, ഡെസർട്ടിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസും വരുന്നുണ്ട്. നെക്സ്റ്റ് റിസോഴ്സ് ആണ് നാച്ചുറൽ റിസോഴ്സ് ആണ് ഫോറസ്റ്റ് റിസോഴ്സ്. അത് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം ആണ് ഡിഫോറസ്റ്റേഷൻ. തേർഡ് വൺ ആണ് വാട്ടർ റിസോഴ്സ്. വാട്ടർ റിസോഴ്സിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, പൊല്യൂഷൻ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, സീവേജ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിസ്ചാർജ്. ഇനി മിനറൽ റിസോഴ്സുകൾ ഉണ്ട്. മിനറൽ റിസോഴ്സിൽ മെയിൻലി വരുന്നത് എന്താ? മിനറൽ ഓവറായിട്ട് യൂസ് ചെയ്യുക അല്ലെ, ഓവറായിട്ട് പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ഓവറായിട്ട് യൂസ് ചെയ്യുക. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ് ആണ് മിനറൽ റിസോഴ്സ് ആയിട്ട് വരുന്ന പ്രോബ്ലം. ഇനി വരുന്നത് ഫുഡ് റിസോഴ്സ് ആണ്. ഫുഡ് റിസോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അല്ലെ. ഫുഡ് റിസോഴ്സ് മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? ഫുഡിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആരാ കൃഷി ചെയ്യുന്നവരുള്ളത്? വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫാം ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്താ, അതുപോലെ തന്നെ എന്താ, ആദ്യമൊക്കെ നെൽപ്പാടങ്ങളൊക്കെ ആയിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫുഡ് റിസോഴ്സ് മെയിൻലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഡിക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂ ടു ഫാമിലി ആൻഡ് കൺവേർഷൻ, മോണോക്രോപ്പ് കൾച്ചർ, ഓവർ ഫിഷിംഗ്. എന്താ ഈ മോണോക്രോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ? നമ്മൾ ഒരു ലാൻഡിലേ ഒരു ക്രോപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വിളവെടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു ലാൻഡിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാതെ ആ ഒരു ലാൻഡിനെ ഫെർട്ടൈൽ ആയിട്ട് നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇടവിളയായിട്ട് കൃഷി ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഫസ്റ്റ് നെൽകൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ നെൽകൃഷിയിൽ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫീൽഡിൽ തന്നെ ഇട്ടിട്ട് പിന്നെ അടുത്ത വർഷം അവിടെ കൃഷി ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഇനി നോർമൽ ലാൻഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു റൊട്ടേഷനിൽ അവരെന്തായിരിക്കും, ഒരു ക്രോപ്പ് ആയിരിക്കും. പിന്നെ വരുന്നത് എന്തായിരിക്കും, ക്രോപ്പുകൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല് ഫെർട്ടിലിറ്റി നഷ്ടപ്പെടില്ല. സോയിലിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലിറ്റി ഇങ്ങനെ റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്രോപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രോപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലാൻഡിൽ ഫാം ചെയ്യുകയാണെങ്കിൽ ആ ക്രോപ്പ് വലിച്ചെടുക്കുന്ന സംഭവങ്ങൾ സെയിം തന്നെയാണ് അല്ലെ. മണ്ണിന് പ്രത്യേകിച്ച് അതിലോട്ടൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഇപ്പൊ ഈ നൈട്രജൻ ഒക്കെ ആണെങ്കിൽ അത് ലെഗ്യുമിനസ് പ്ലാന്റ്സുകളൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഈ ചില പയറുവർഗ്ഗങ്ങളുടെ ഒക്കെ വേരുകളില് നൈട്രജന് ഫിക്സ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു ക്രോപ്പ് കൃഷി നടത്തും, പിന്നെ അതിനുശേഷം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ വെക്കും. അപ്പൊ സോയിലുള്ള നൈട്രജന്റെ ഒക്കെ എമൗണ്ട് എന്ത് ചെയ്യും, റീഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കും. എങ്ങനെയാകുമ്പോൾ ഈ മോണോക്രോപ്പ് കൾച്ചർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മോണോ മീൻസ് ഒരു വൺ എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് ഒരു ക്രോപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ അതാണ് മോണോക്രോപ്പ് കൾച്ചർ കേട്ടോ. അതായത് എന്താ, ഫുഡ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. എങ്ങനെയൊക്കെയാ, ഒന്ന് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നോർമലി കൃഷി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ലാൻഡ് നമ്മൾ എന്ത് ചെയ്യാ, വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ എന്ത് ചെയ്യും, ഫുഡ് പ്രൊഡക്ഷൻ കുറയും. അല്ലെങ്കിൽ മോണോക്രോപ്പ് കൾച്ചറിൽ, അതായത് ഒരേ കൃഷി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയും. സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഫുഡ് പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യും അല്ലെ. ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിലല്ലേ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. ഫെർട്ടിലിറ്റി കുറഞ്ഞ മണ്ണിൽ നിന്ന് എന്തായിരിക്കും, ഫുഡ് പ്രൊഡക്ഷനും കുറയും അല്ലെ. അതുപോലെ തന്നെ ഓവർ ഫിഷിംഗ്. ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണ്, നമ്മുടെ ഒരു ഫുഡ് റിസോഴ്സ് തന്നെയാണ് അല്ലെ. അത് ബ്രീഡ് ചെയ്യുന്ന സമയത്തൊക്കെ പോയിട്ട് നമ്മൾ ചെറിയ ഫിഷ് ആകുമ്പോൾ തന്നെ നമ്മൾ അതിനെ പിച്ച് ചെയ്യാൻ, അതുപോലെ മുട്ടയിടുന്ന സമയത്തൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിഷിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ജനറേഷൻ ഫോം ചെയ്യില്ല അല്ലെ. ഓവർ ഫിഷിംഗ് കാരണവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനിൽ ഡിക്രീസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫുഡ് റിസോഴ്സിന് ഇങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്. ഇനി എനർജി റിസോഴ്സസ് അല്ലെ. എനർജി റിസോഴ്സസിൽ മെയിൻലി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാ, ഡിപ്ലീഷൻ ഓഫ് ഫ്യൂവൽ റിസോഴ്സസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ എനർജി. ഓക്കെ, അതായത് നമുക്കറിയാം, നമുക്ക് എനർജി റിസോഴ്സസ്, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഡിമാൻഡ് കൂടുതലാണ് അല്ലെ. അതായത് ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പൊ ഈ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു എനർജി റിസോഴ്സസിൽ ഡിപ്ലീഷൻ സംഭവിക്കും അല്ലെ. അതാണ് എനർജി റിസോഴ്സസ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ഒരു ഔട്ട്ലുക്ക് തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള 4 ചാപ്റ്റേഴ്സിന്റെ ഔട്ട്ലുക്ക് ആണ് നിങ്ങളുടെ, അല്ലെങ്കിൽ ഒരു സമ്മറി ആണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ഓക്കെ, തേർഡ് വൺ ആയിട്ട് വരുന്നതാണ് റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസർവേഷൻ അല്ലെ.
എങ്ങനെയൊക്കെയാ ഒരു ഇൻഡിവിജ്വലിന് കൺസർവേഷനിൽ വരുന്ന റോൾസ് ഏതൊക്കെയാ? അവർക്ക് ബയോഡൈവേഴ്സിറ്റി സേവ് ചെയ്യാം, അതുപോലെ എനർജി കൺസേർവ് ചെയ്യാം, അതുപോലെ പേപ്പറിന്റെ യൂസേജ് ഒക്കെ റെഡ്യൂസ് ചെയ്യാം അല്ലെ. അങ്ങനെ പേപ്പറിന്റെ യൂസേജ് കൂടി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പേപ്പർ ഉണ്ടാക്കുന്നത് ട്രീസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ട്. പേപ്പറിന്റെ യൂസേജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാം, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാബിറ്റ്സുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു ഇൻഡിവിജ്വലിന് കൺസർവേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ. നെക്സ്റ്റ് വണ് നമുക്ക് പഠിക്കാനുള്ളത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സുകൾ, അതിനെ അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻ ആണ് ചെയ്യാൻ പറ്റുക? ക്ലിയർ ആണോ? ഓക്കെ. സെക്കൻഡ് വരുന്നതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്. എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ വരുന്നത് നമുക്ക് ഏതൊക്കെ റിസോഴ്സുകൾ ഉണ്ടോ അതിലൊക്കെ പൊല്യൂഷൻ വരാം അല്ലെ. ലാൻഡ് പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട്, ലൈറ്റ് പൊല്യൂഷൻ ഉണ്ട്. ഈ ഓരോ പൊല്യൂഷനെ കുറിച്ചിട്ടും അടുത്ത ചാപ്റ്ററുകളിലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എർത്ത് ഉണ്ട്, സുനാമി ഉണ്ട്, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനോ എക്സ്പ്ലോഷൻ, ഫ്ലഡ്, സൈക്ലോൺ, ഫോറസ്റ്റ് ഫയർ, ന്യൂക്ലിയർ ആക്സിഡന്റ്, ഇൻഡസ്ട്രിയൽ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സും ഹസാർഡ്സും ഉണ്ട് കേട്ടോ. എന്താണ് ഡിസാസ്റ്റർ, എന്താണ് ഹസാർഡ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ്. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട്, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, ആസിഡ് റെയിൻ, എക്സ്റ്റിൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലോസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൺസേർവ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, ക്രിയേഷൻ ഓഫ് ജീൻ ബാങ്ക്, റീപ്ലേസ് ഡിസ്പോസൽ ഐറ്റംസ് ആൻഡ് റീയൂസബിൾ ഐറ്റംസ്. ജീൻ ബാങ്ക് എന്താണെന്ന് അറിയോ? ജീൻ ബാങ്ക് അറിയോ? നിങ്ങൾ ഞാൻ ഈ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ജീൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്പീഷീസ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ. ഈ പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഷീസിന്റെ ജീൻസ് എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി എന്തെങ്കിലും കാലത്ത് നമുക്ക് അതിന് ആവശ്യമായിട്ട് വന്നാൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ക്രിയേഷൻ ഓഫ് ജീൻ ബാങ്ക് എന്നുള്ള ലോന്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താ, പേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. സോളാർ പവർ പ്രൊജക്റ്റുകളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരണം. അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ്, മഴക്കുഴികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ എന്താ, സോഷ്യൽ ഫോറസ്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കൂടാതെ എൻവയോൺമെന്റലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസുകളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വേസ്റ്റ് ഒക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കൺസർവേഷൻ ലോസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന തന്നെയാണല്ലേ. പേപ്പർ ബാഗുകൾ യൂസ് ചെയ്യണം എന്നുള്ള ലോ ഒക്കെ നിങ്ങൾ ഓൾറെഡി ആ ലോ ഇറങ്ങിയ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ ഒരു ടൈമിൽ തന്നെയാണ് അല്ലെ ആ ഒരു ലോ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ലോസുകളും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. മാനേജ്മെന്റിന്റെ അണ്ടറിൽ സോയിൽ മാനേജ്മെന്റ്, വാട്ടർ മാനേജ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനെ കുറച്ചധികം മാനേജ്മെന്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 6th വൺ ആയിട്ട് വരുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എൻവയോൺമെന്റൽ അവയർനെസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡെവലപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ കരിക്കുലത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിനെ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാറുണ്ട്, സബ് ടോപ്പിക്കുകളായിട്ട് വരാറുണ്ട് കേട്ടോ. ഇൻക്ലൂഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് all education level, effective approaches to teach environmental education, ways to integrate environmental education in subject, guideline for school level environmental education, challenges in implementation. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അണ്ടറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പൊ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമ്മുടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ മെയിൻലി 6 ഫോക്കൽ ആസ്പെക്റ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കാറുള്ളത്. ആ ഫോക്കൽ ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിന്റെ ഒക്കെ ഹെഡിങ്ങുകൾ, ഈ ഒരു ഇതിന്റെ അണ്ടറിൽ വരുന്ന ഹെഡിങ്ങുകൾ മാത്രം നോക്കി പോകാനേ ഉണ്ടായിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സുകളിൽ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ് ഫോക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
നെക്സ്റ്റ് വരുന്നത് ഗോൾ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ജനറൽ സംഭവമാണെന്നുള്ളത് അല്ലെ. ഒബ്ജക്റ്റീവും ഗോളും തമ്മിലുള്ള ഡിഫറൻസ്, എയിംസും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. ഗോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മൾ പറയാ. അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടു ഷോ ഹൗ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ സിസ്റ്റം ആർ ഇന്റർ കണക്റ്റഡ് ഗ്ലോബലി. ഗ്ലോബൽ ലെവലിൽ എങ്ങനെയാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കോളജിക്കൽ സിസ്റ്റം ഒക്കെ ഇന്റർ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാനാണ് മെയിൻലി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഗോൾ അല്ലെ. അതായത് നമ്മൾ ഒരു കൺട്രിയിലെ ഇപ്പോ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു വലിയൊരു എൻവയോൺമെന്റൽ ഇഷ്യൂ വന്നു, നമ്മൾ പറയുമോ അത് ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ള കൺട്രീസിനെ അഫക്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ, വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഇങ്ങനെയുള്ള എന്തോ ഒരു വലിയ എൻവയോൺമെന്റൽ ഇഷ്യൂ വന്നു, പക്ഷെ നമ്മൾ പറയാം അത് ആ കൺട്രിയിലല്ലേ, നമ്മളെ കൺട്രിയിലല്ലോ, അപ്പൊ നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമോ? ഇല്ല അല്ലെ. കാരണം എന്താ, എല്ലാവർക്കും ഉള്ളത് ഒരു ഒറ്റ എൻവയോൺമെന്റാ. നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് അതിനെ ഡിഫറെന്റ് കൺട്രീസ് ആക്കി തിരിച്ചു എന്നേ ഉള്ളൂ. അതിന് നമ്മളായിട്ട് ഒരു എന്താ ഒരു ബൗണ്ടറി ഒക്കെ കൊടുക്കുന്നേ ഉള്ളൂ അല്ലെ. ശരിക്കും അങ്ങനെയല്ല, നമ്മുടെ എർത്തിന് ഒരൊറ്റ എൻവയോൺമെന്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിൽ വരുന്ന പ്രോബ്ലംസ് നമ്മളെ അഫക്ട് ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലില് റെസ്പോൺസിബിലിറ്റി ഒക്കെ, അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ, അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ മെയിൻ ഗോൾ വരുന്നത്. എയിം ടു ക്രിയേറ്റ് ന്യൂ ഗ്ലോബൽ ഓർഡർ ഫോക്കസ്ഡ് ഓൺ എൻവയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാ കൺട്രീസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ, അതുപോലെ എൻവയോൺമെന്റിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ ലോസോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെയാണ് എന്ത് വരുന്നത്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഗോളിൽ വരുന്നത്. ഓക്കെ, ഇനി ലോക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്, മെയിൻലി അതിന്റെ ഒരു ഗോൾ അല്ലെങ്കിൽ എയിം വരുന്നത് എന്താ, ഇറ്റ് ഹെൽപ്പ് the individual and community to understand the complex nature of natural and built environment, encourage active participation in solving social and environmental problem and managing environmental quality responsibly. ഓക്കെ, അതായത് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഗോള് പറയുമ്പോൾ ഗ്ലോബൽ ലെവലിലും പറയും, ലോക്കൽ ലെവലിലും പറയും. ഗ്ലോബൽ ലെവലിലാവുമ്പോൾ എന്താണ്, ഡിഫറെന്റ് കൺട്രീസിലുള്ള എല്ലാ പ്രോബ്ലത്തിനെയും പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് ഗ്ലോബൽ ലെവലിൽ ഡിസ്കസ് ചെയ്യുക. ലോക്കൽ ലെവലിലാവുമ്പോൾ എന്താ, നമ്മുടെ നാച്ചുറൽ ആൻഡ് മാൻ ബിൽഡ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് പഠിക്കുക, അതിന് വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസിനെയൊക്കെയാണ് ലോക്കൽ ലെവലിൽ മെയിൻ സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ലോക്കൽ ലെവലിൽ എയിമായിട്ട് വരിക. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി യുനെസ്കോന്റെ കുറച്ച് എയിമുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നും നിലനിൽക്കുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യുനെസ്കോ മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ള കുറച്ച് എയിംസ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പം ഒരു സമ്മറി ബേസിസിൽ പറയുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, it mainly aims to foster global responsibility to build local understanding and action, to develop skills and values for sustainable living, to connect science, society and ethics, and it is not an education, it is a path for better future. ഓക്കെ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ലെവൽ മുതൽ നമ്മുടെ ഇന്റർനാഷണൽ ലെവൽ വരെ എന്ത് ചെയ്യാണ്, വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് അല്ലെ. ലോക്കൽ ലെവലിൽ മെയിൻലി അവിടെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക, എൻവയോൺമെന്റിനെ കുറിച്ച് അറിയാതൊക്കെയാണ് വരിക. ഗ്ലോബൽ ലെവലിൽ വരുമ്പോൾ ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്താ, എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പുതിയ ലോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയ പുതിയ ആമസോൺ ഫോറസ്റ്റ് ഒക്കെ എന്താ, ചിലപ്പോ അതിലൊക്കെ ഫോറസ്റ്റ് ഫയർ ഒക്കെ വരാറുണ്ട്. അതൊക്കെ ഭയങ്കര എന്താ ഗ്ലോബൽ ലെവലിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകളിലൊക്കെ എന്താ ഗ്ലോബലി ഒരു തീരുമാനം എടുക്കുക. അതുപോലെ നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ചിട്ട് അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ എന്താ എല്ലാ കൺട്രീസിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഗ്ലോബൽ ലെവലിൽ സൊല്യൂഷൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള ലെവലിലും എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ എയിം വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത് ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ ഫോർമലി ആൻഡ് ഇൻഫോർമലി ആണ്. അതായത് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക, ഈ അവയർനെസ് കൊടുത്തതിൽ നിന്നും ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള
നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ്സ് ഉണ്ടല്ലേ, അതിന്റെ സ്ട്രക്ചർ, പ്രോസസ്സ്, ഇന്റർ ഡിപെൻഡൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അതിനോട് ആവശ്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കുക. അതൊക്കെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി എന്താ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സ്കൂളുകളിൽ എന്താണ് ചെയ്യുന്നത്, ഡിഫറെന്റ് ലെവലുകളിലായിട്ടാണ് കൊടുക്കാറുള്ളത് അല്ലെ. അതായത് ഏജിന്റെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഏജ് ബേസിസിലാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളുകളിലൂടെ കുട്ടികളിലോട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ, അതായത് പ്രൈമറി ലെവലിൽ നമ്മൾ എന്താ ചെയ്യാം, അവയർനെസ്സും നോളജ് ഒക്കെയാണ് കൊടുക്കുക. അല്ലാതെ പ്രൈമറി ചെറിയ കുട്ടികൾക്ക് തന്നെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓസോൺ ലെയർ ഡിപ്ലീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അറിയില്ല അല്ലെ. അപ്പൊ അവർക്ക് നമ്മൾ ആദ്യം എന്താ പറഞ്ഞു കൊടുക്കുക, എന്താണ് എൻവയോൺമെന്റ്, എന്തൊക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്നത്, ഫോറസ്റ്റ് എന്താണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിലൂടെ കൊടുക്കുക അല്ലെ. അതായത് പ്രൈമറി എഡ്യൂക്കേഷനിലെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണ്, അവയർനെസ് കൊടുക്കുക, നോളജ് കൊടുക്കുക എന്നുള്ളതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ നേടിയിട്ടുള്ള അവയർനെസ്സുകൾ അല്ലെങ്കിൽ ഈ നോളജ് ഒക്കെ എങ്ങനെയാണ് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്കതിനെ കൺസേർവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ കൺസേർവ് ചെയ്യാം, അതൊക്കെയാണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നത്. ഇനി കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ വരുമ്പോൾ എന്താ, ആളുകൾ ഒന്നും കൂടെ വലുതായില്ലേ, കുട്ടികൾ ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഒന്നുകൂടെ മെച്യൂർഡ് ആയി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചും പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇനി എല്ലാ ലെവൽസുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു തിയറി പറയുന്ന പോലെയല്ല, മെയിൻലി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെയാണ് അല്ലെ, ഫീൽഡ് വിസിറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സിലൂടെയാണ് എല്ലാ ലെവൽസിലും നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കുട്ടികളിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് IB ഒക്കെ പോവില്ലേ, കോളേജ് ലെവലിലായാലും IB ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഡിസ്കഷനിൽ വരാറുണ്ട്. ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാനാണ് നിങ്ങൾ പോയതെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കഷൻ വരും അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ കാണാൻ പോവാണെങ്കിൽ അവിടെ വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന എൻവയോൺമെന്റിന്റെ ഡിഫറെന്റ് ആസ്പെക്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ. എല്ലാ ലെവൽസുകളിലും ജസ്റ്റ് ഒരു ബുക്കുകളിലൂടെ എന്നല്ല, നമ്മൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ നീഡ്സ് എന്ന് നോക്കാം കേട്ടോ. നീഡ് ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള സംഭവം അല്ല അല്ലെ. അതായത് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ളതല്ല, അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. എന്താ, നമ്മൾ ജീവിക്കുന്നത് ആ ഒരു എൻവയോൺമെന്റിലാണ് അല്ലെ. അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിന്റെയും ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ അതിന് ആളുകൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എന്തൊക്കെ പ്രവൃത്തികളാണ് അതിന് ദോഷമായിട്ട് മാറുന്നത് എന്നുള്ളത് അവർക്ക് അറിയണം. അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് നേഷൻ ടു റെക്കഗ്നൈസ് എൻവയോൺമെന്റൽ ക്രൈസിസ്, ബിൽഡ് നോളജ്, സ്കിൽസ് ആൻഡ് വാല്യൂസ്, ടേക്ക് ആക്ഷൻ ടുവേർഡ്സ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഈ ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഡിഫറെന്റ് ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഒരു ഔട്ട്ലുക്ക് പോലെയാണ് വരുന്നത് കേട്ടോ. അതായത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ഒരു സമ്മറി വേർഷൻ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വരിക. ഇതിൽ സെയിം ടോപ്പിക് തന്നെ വീണ്ടും എല്ലാ ഒരു ഹെഡിങ്ങിന്റെ അണ്ടറിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടന്റുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ, അതെന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അനദർ സബ്ജക്ട്, ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് എ ബെറ്റർ, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് വേൾഡ്. ഇറ്റ് സപ്പോർട്ട്സ് സെൽഫ് ഫുൾഫിൽമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇറ്റ് ടീച്ചസ് എക്കോളജിക്കൽ ബാലൻസ് ആൻഡ് ഫുഡ് ചെയിൻ. To highlight how nature support livelihoods and culture, to inspire love for nature and society, to build concern for future and environmental changes, to raise awareness for population, pollution and global warming. Environmental education main importance എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക, അത് എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിനെ കുറിച്ച് അറിയാനും എൻവയോൺമെന്റിന്റെ വരുന്ന ഡിഫറെന്റ് പ്രോബ്ലംസിനെ കുറിച്ച് അവയർനെസ് പ്രൊവൈഡ് ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് അവയർനെസ് തരാനൊക്കെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന് മസ്റ്റ് ആയിട്ട് വേണം അല്ലെ. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ അതിന്റെ സ്കോപ്പ് നമ്മൾ പഠിക്കുന്നത് മെയിൻലി 4 കമ്പോണന്റുകളായിട്ടാണ് പഠിക്കാറുള്ളത്. അവയർനെസ്, റിയൽ ലൈഫ് സിറ്റുവേഷൻ, കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് 4 കമ്പോണന്റുകളായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അവയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, അറിയാന്നുള്ളതാണ് അല്ലെ. എൻവയോൺമെന്റിന്റെ ഫിസിക്കൽ, ബയോളജിക്കൽ, കൾച്ചറൽ ആസ്പെക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനെയാണ് നമ്മൾ എൻവയോൺമെന്റ് അവയർനെസ് എന്ന് പറയാം. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എയർ, ലാൻഡ്, വാട്ടർ, ഫ്ലോറ, ഫോണ, സൺലൈറ്റ് അങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അവയർനെസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നടക്കുന്ന സ്റ്റെപ്പ് എന്താ? റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ അല്ലെ. കണക്ട് എൻവയോൺമെന്റൽ ലേണിംഗ് ടു എവറിഡേ ലൈഫ്, എൻകറേജ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആർ ലൊക്കേഷൻ സ്പെസിഫിക്, സൊല്യൂഷൻ വേരി ബേസ്ഡ് ഓൺ ലോക്കൽ നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്. നമ്മളൊരു കാര്യത്തെ കുറിച്ച്, എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരിക നമ്മൾ റിയൽ ലൈഫുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് വരുന്ന ചെറിയ ചെറിയ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ അതുവരെ എൻവയോൺമെന്റൽ അവയർനെസ് കിട്ടിയിട്ടില്ലെങ്കിൽ മേ ബി നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടാണെന്നുള്ള ലെവലിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഒരു അവയർനെസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഓക്കെ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു വേസ്റ്റ് ആണ്, ഇത് എവിടെയെങ്കിലും കളയണമല്ലോ, അപ്പൊ ഇവിടെ ഇടാം, ഓക്കെ ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലെ. അപ്പൊ അത് നമ്മൾ അവിടെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിയൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്താണ്? റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ അത് കണക്ട് ചെയ്തിട്ട് അത് ലേൺ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താ? കൺസർവേഷൻ ആണ് അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യും? നാച്ചുറൽ റിസോഴ്സുകളൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യും അല്ലെ. റിന്യൂവബിൾ റിസോഴ്സുകളാണെങ്കിലും നോൺ റിന്യൂവബിൾ റിസോഴ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? വൈസായിട്ട് യൂസ് ചെയ്യില്ലേ. അതായത് ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ കൺസേർവ് ചെയ്യുന്ന ഫോർമാറ്റിൽ, ബാക്കിയുള്ളത് നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ഫോർമാറ്റിൽ ചെയ്യൂലേ. കാരണം എന്താ? അടുത്ത ജനറേഷനും കൂടെ വേണം എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് അറിയാം. ഓക്കെ, അല്ല നമുക്ക് അവയർനെസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കൺസർവേഷനെ കുറിച്ചിട്ട് വല്ല ധാരണ ഉണ്ടായിരിക്കും ഇല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നടന്നു പോകുന്ന ഒരു ലെവലിൽ വരില്ല. കാരണം ഇത് തീർന്നു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ബോധേഡ് അല്ല, നമ്മൾ അവെയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓവറായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ നടക്കൂലേ. അപ്പൊ എൻവയോൺമെന്റൽ അവയർനെസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യും, അത് പിന്നീട് കൺസർവേഷനിലോട്ട് നയിക്കൂല. അതായത് റെസ്പോൺസിബിൾ യൂസ് എന്നുള്ള ലെവലിലോട്ട് അത് നയിക്കും. പിന്നെ ഇങ്ങനെ കൺസർവേഷനും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അല്ലെ. ദിസ് പ്രോസസ് എയിം അറ്റ് സെൻസിബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഫോർ ഡെവലപ്മെന്റ്. റിസോഴ്സുകൾ ലിമിറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂസേജ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ വേയിൽ യൂസേജ് നമ്മൾ എന്ത് ചെയ്യും? മിനിമൈസ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ മെയിൻലി അതിന്റെ ഗോൾ വരുന്നത് നമ്മുടെ പ്രസന്റ് നീഡ്സുകളൊക്കെ നടന്നു പോകും വേണം, പക്ഷെ ഫ്യൂച്ചർ ജനറേഷന് നമ്മൾ എന്ത് വേണം? അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയും വേണം. ആ ഒരു ഫോർമാറ്റിൽ നമുക്കുള്ള റിസോഴ്സുകളെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾ വരുന്നത്. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ മെയിൻലി നമ്മൾ ഈ 4 കമ്പോണന്റുകളിലായിട്ടാണ് അതിന്റെ സ്കോപ്പ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഈ 4 മെയിൻ കമ്പോണന്റ് കൂടാതെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡിങ് ദ ഹോൾ എൻവയോൺമെന്റൽ, അതായത് നാച്ചുറൽ ആയിക്കോട്ടെ, മാൻ ബിൽഡ് ആയിക്കോട്ടെ, എല്ലാ എൻവയോൺമെന്റൽ ആസ്പെക്റ്റുകളെ കുറിച്ച് അറിയാനും എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എന്താണ്? ഫോക്കസ് ഓൺ കറന്റ് ചാലഞ്ചസ് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു പാസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇഷ്യൂ എങ്ങനെയാണ് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ്? നടന്നു പോയ കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്നു പോയ കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ പറ്റില്ല അല്ലെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇപ്പോൾ ഉള്ള പ്രസന്റ് നമുക്ക് നല്ലതാക്കാനേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യുന്ന ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്ന് പറയാറുണ്ട്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി എ കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ് സ്റ്റാർട്ടിംഗ് അറ്റ് പ്രീസ്കൂൾ ലെവൽ ആൻഡ് കണ്ടിന്യൂയിങ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, വെദർ ഫോർമൽ ഓർ നോൺ ഫോർമൽ. ഫോർമൽ ആയിക്കോട്ടെ, നോൺ ഫോർമൽ ആയിക്കോട്ടെ, ഡിഫറെന്റ് ലെവൽസുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ. നമ്മുടെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇനി മുതൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ലൈഫിന്റെ എൻഡ് വരെ നമുക്ക് ആവശ്യമുള്ളതാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അല്ലെ. എന്തുകൊണ്ടാണ്? നമ്മൾ ജീവിക്കുന്നത് ആ ഒരു എൻവയോൺമെന്റിലായിരുന്നു.
ഓക്കെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണെന്ന് പറയാറുണ്ട്. അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒരു മാത്സ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ നമ്മൾ ഒരു സബ്ജക്റ്റിലായിട്ടല്ല പഠിക്കുന്നത്, ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെയാണ് പഠിക്കുന്നത് അല്ലെ. ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നമ്മൾ എൻവയോൺമെന്റിന്റെ ജോഗ്രഫിക് ബേസിസ് പഠിക്കില്ല, ആ പ്ലേസിനെ കുറിച്ചിട്ട് അതിന്റെ ഡിഫറൻസുകൾ അതിന്റെ കമ്പോണന്റുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. അതുപോലെ ഓരോ സബ്ജക്റ്റിനും ഇപ്പം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലെ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഈ കവിതകളിലൂടെ അല്ലെങ്കിൽ ചെറിയ കഥകളിലൂടെയൊക്കെ നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ളത്. അതായത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉണ്ട് അല്ലെ. അതായത് ഒരു പ്ലേസിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂ ആ ഒരു പ്ലേസിൽ മാത്രം ഉള്ളതല്ല, എല്ലാവർക്കും ഒരൊറ്റ എൻവയോൺമെന്റ് ആണ് ഉള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കൽ ലെവൽ മുതൽ ഇന്റർനാഷണൽ വ്യൂ പോയിന്റിൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ എന്താ കൊളാബറേഷൻ അക്രോസ് ബോർഡർ അല്ലെ. അതായത് ഇന്റർനാഷണൽ കോപ്പറേഷൻസ് ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രോബ്ലം പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇന്റർനാഷണൽ കോപ്പറേഷന്റെ ആവശ്യമുണ്ട് അല്ലെ. അതായത് ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ കൺട്രിയാണ് അവിടുത്തെ പ്രോബ്ലംസ് നമ്മൾ എഫക്ട് ചെയ്യുന്നതല്ല, അതിനു വേണ്ടി നമ്മളൊന്നും ചെയ്യില്ല അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല അല്ലെ. എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഇന്റർനാഷണൽ കോപ്പറേഷൻസ് നമുക്ക് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എൻഷുർ ദാറ്റ് എൻവയോൺമെന്റൽ ആസ്പെക്ട് ഹാവ് എ പ്ലേസ് ഇൻ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് ഇൻ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. അതായത് നമ്മൾ എന്തൊരു ഡെവലപ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു ഗ്രോത്ത് ആയിക്കോട്ടെ ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് അത് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്തിരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കണം. ഓക്കെ, അതാണ് എൻഷുർ എൻവയോൺമെന്റൽ ആസ്പെക്ട് ഹാവ് എ പ്ലേസ് ഇൻ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ, എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ എൻവയോൺമെന്റിനാണ്. ഓക്കെ, അപ്പൊ എന്തൊരു ഡെവലപ്മെന്റൽ പ്രോസസ്സ് നടക്കുമ്പോഴും അത് നമ്മുടെ എൻവയോൺമെന്റിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് അതൊക്കെ നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എംപവർ ലേണർ, അത് മീൻസ് ഫെസിലിറ്റേറ്റ് ലേണർ ടു ഹാവ് എ റോൾ ഇൻ പ്ലാനിംഗ് ദിയർ ലേണിംഗ് എക്സ്പീരിയൻസ്, എനേബിളിംഗ് ലേണർ ടു ഡിസ്കവർ ദ സിംറ്റംസ് ആൻഡ് റിയൽ കോസ് ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലം. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മളൊരു ഒരു പ്രാക്ടീസ് ബേസ്ഡ് അല്ലെങ്കിൽ റിയൽ ലൈഫിലൂടെയാണ് പഠിച്ചെടുക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, എംപവർ ചെയ്യുന്നുണ്ട്, ലേണേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് നമുക്ക് അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ അതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് അതിനോട് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ സ്കോപ്പ് വരുന്നത്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈസ് ബ്രോഡ്, ഇൻക്ലൂസീവ് ആൻഡ് ലൈഫ് connect knowledge to action. It builds local and global responsibility, empowers learner to think, feel and act for a better environment. Clear ആണോ സ്കോപ്പ്? ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഡിഫറെന്റ് ടോപ്പിക്കിന്റെ അണ്ടറിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും, ആ ഇമ്പോർട്ടൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അതിന്റെ എയിംസിന്റെ അണ്ടറിൽ പഠിക്കാനുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോയിന്റ്സേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതന്നെ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിന്റെ അണ്ടറിലും ആ ഒരു ലെവലിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ ലിസണിങ്. Thank you.